ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബോംബെ ഹൽവ ഉണ്ടാക്കാം. ഇതിന് സാധാരണ ഹൽവ ചെയ്തെടുക്കുന്ന പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. അതുപോലെ തന്നെ കുറച്ച് ചേരുവകളും മതി. അപ്പൊ നമുക്ക് വേഗം തന്നെ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് കോൺഫ്ലോർ ആണ്, അതായത് ചോളം പൊടി. ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. നല്ല പാല് പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് സാധാരണ പച്ചവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് മാവിന് നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളവും ചേർക്കാം. പഞ്ചസാര സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇങ്ങനെ ചൂടാവാൻ തുടങ്ങുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മുഴുവനും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതി. പഞ്ചസാര ക്രിസ്റ്റൽ ആവാതിരിക്കാനാണ് നാരങ്ങാ നീര് ചേർക്കുന്നത്. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് സമയം ആവുമ്പോഴേക്ക് ഇത് തിക്കായി വരാൻ തുടങ്ങും. ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ മതി കേട്ടോ. എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. ഇങ്ങനെ തിക്കായി വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത നെയ്യ് ഈ മാവ് വലിച്ചെടുത്തോളും. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് നെയ്യുടെയും ആവശ്യമില്ല. നല്ലൊരു ഗ്ലോസി ടെക്സ്ചറിലേക്ക് ആയിട്ടുണ്ട്. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇങ്ങനെ നല്ലൊരു ടെക്സ്ചറിലേക്ക് മാറി കുറച്ചുകൂടി തിക്കാവാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം കളർ ചേർക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാതെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കളറൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ഈ ഒരു സ്റ്റേജിൽ ചേർക്കണം, എന്നാലേ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ഒരു ഫ്ലേവർ പിടിക്കുള്ളൂ. വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നമ്മൾ ചേർത്ത നെയ്യൊക്കെ ഇത് അബ്സോർബ് ചെയ്ത് നല്ല സെറ്റായി വരുന്നുണ്ട്. പാനിൽ ഒട്ടാതെ നിൽക്കുന്ന പരുവത്തിലേക്ക് ആയി വരണം. ഈ സമയം ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പിസ്തയും പിന്നെ കാഷ്യൂ നട്ട്സും ചേർത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ പാത്രത്തിൽ ഒട്ടി നിൽക്കാതെ എണ്ണ വിട്ടുവരുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. നല്ല തിക്കുമായിട്ടുണ്ട്. ഞാനിങ്ങനെ പാത്രം ഇളക്കുമ്പോ തന്നെ ഇത് ഒട്ടാതെ പാത്രത്തിന്റെ കൂടെ ഇളകി കളിക്കുന്നുണ്ട്. നമ്മളിത് സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ ഇത് സ്പൂണിന്റെ കൂടെ തന്നെ ഇങ്ങനെ മുഴുവൻ ഇളകിക്കൊണ്ടിരിക്കും. ഈ ഒരു രീതിയിൽ തിക്കാവുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്താല് വേഗം തന്നെ ഇത് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നെയ്യ് തടവിയ സ്പൂൺ കൊണ്ട് പതുക്കെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലും സ്വല്പം ബദാമും കാഷ്യൂ നട്ട്സും വെതറിയിട്ടുണ്ട്. അപ്പൊ ഇത് 1 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്ക് പതുക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഹൽവയാണിത്. 1/2 കപ്പിൽ തന്നെ നമുക്ക് ഇത്ര ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ടെക്സ്ചറാണ് ഇതിന്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.